ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിൻ്റെ പാർട്ട് 4 ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ പേപ്പർ ഒന്ന് ഇങ്ങോട്ട് മടക്കി നമുക്കൊന്ന് മടക്കി എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കാം. ഓക്കെ, അപ്പം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് നാലെണ്ണം ഇതാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഒരു 4 എടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്യണം. ആ 4 പേപ്പർ എടുത്തിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യണം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്യണം. രണ്ട് പേപ്പറും ഇനി അതും കൂടെ നമുക്ക് ഫോൾഡ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പെൻസിലെടുത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കെയിൽ വെച്ച്. ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഞാൻ മാർക്ക് ചെയ്തത്. ഫ്രണ്ട്സ്, അപ്പം ഞാൻ മാർക്ക് ചെയ്ത് ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇതുപോലെയാണ് കേട്ടോ മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ. നമുക്ക് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെക്സ്റ്റ് പേപ്പർ എടുത്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്തതിൻ്റെ വെക്കണം. എന്നിട്ട് നമ്മൾ ആ മടക്കി വെച്ചില്ലേ അത് ആ ഹോളിലോട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കണം കണ്ടോ. ഇങ്ങനെ കയറ്റി കൊടുത്തിട്ട് അത് തുറക്കുമ്പോൾ അങ്ങനെ നമ്മുടെ ബുക്ക് റെഡിയാവും കണ്ടോ. നമുക്ക് ഗ്ലൂ പോലും ഇല്ല, നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. ഇനി നമുക്കൊന്ന് ലെവൽ ചെയ്തും കൂടി എടുക്കണം. നമുക്ക് സിസർ വെച്ചൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പേപ്പർ എടുക്കുക. ആ പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്ത് 2 പേപ്പർ ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ബുക്കിൻ്റെ അതേ ഇതിൽ നമ്മൾ ഒട്ടിക്കാൻ പോവുകയാണ് കേട്ടോ. ആ നടുക്കിനെ വെച്ച് നമുക്കിങ്ങനെ ഒട്ടിക്കാം. അതിന് നമുക്കൊരു കവർ പേജ് വേണ്ടി ഇച്ചിരി രസമായിട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ ഞാൻ കവർ പേജാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഗ്ലൂ വെച്ച് നമുക്കിനി ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ ഗ്ലൂ ഒക്കെ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പേപ്പർ കൂടെ ഉള്ള എന്നാലേ ഉള്ളൂ ഒരു കട്ടിയൊക്കെ വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഗ്ലൂ തേച്ചിട്ട് അതുപോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെ ഞാൻ ഒട്ടിക്കുകയാണ്. നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിക്കുമ്പോൾ നമുക്ക് പേജസ് കുറഞ്ഞ് കവർ പേജ് അതുപോലെ കട്ട് ചെയ്യണം. ഞാൻ ഈ പ്രാവശ്യം ഒട്ടിച്ചേക്കുന്നത് നമുക്ക് പേജസിനും കൂടെ ഉള്ളതാണ് കേട്ടോ. ഞാൻ അവിടെ മാത്രമേ ഉള്ളൂ ഒട്ടിച്ചുള്ളൂ. ഞാനിപ്പോൾ കൈ പിടിച്ച് അവിടെ മാത്രമേ ഉള്ളൂ ഞാൻ ഒട്ടിച്ചുള്ളൂ. നമുക്ക് തുറക്കുമ്പം പേജസായിട്ട് തന്നെ കണ്ടു ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ കവർ പേജിന് മാത്രമേ ഉള്ളൂ നമ്മൾ ഗ്ലൂ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഒന്നിനും നമ്മൾ ഗ്ലൂ യൂസ് ചെയ്തിട്ടില്ല. ഇനി നമുക്കൊന്ന് അതൊന്ന് കറക്റ്റായിട്ടൊന്ന് ലെവലിൽ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ മിനി നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാനവിടെ മിനി നോട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതുന്നത്. മിനി നോട്ട്ബുക്ക് എന്നാണ് കേട്ടോ ഞാൻ അവിടെ എഴുതി കൊടുക്കുന്നത്. പിന്നെ അത് കുറച്ച് രസമാകാൻ വേണ്ടി കുറച്ച് സ്റ്റാറോ അതൊക്കെ ഇട്ട് കൊടുത്ത് അപ്പം നമ്മുടെ നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ. അങ്ങനെ നമുക്ക് ഞാൻ വേറൊരു നോട്ടും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടുമാണ് നമ്മൾ ഉണ്ടാക്കിയ മിനി നോട്ട്ബുക്സ്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടേ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.